ശബരിമലയില് നടന്നിരിക്കുന്നത് കളവാണ്, തട്ടിപ്പാണ്. ശബരിമലയിൽ ഭക്തന്മാർ സ്പോൺസർ ചെയ്ത് കൊടുത്ത സ്വർണം കട്ടെടുത്തിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും അറിവോടുകൂടി അവരേൽപ്പിച്ച ഇടനിലക്കാരന്റെ അറിവോടുകൂടിയാണ് പരസ്യമായി കട്ടെടുത്തിരിക്കുകയാണ്. എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഹൈക്കോടതിയുടെ അറിവില്ലാതെ 40 വർഷം വാറണ്ടിയുള്ള ഈ സ്വർണം 20 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയി. അത് തിരിച്ചു വന്നപ്പോൾ സ്വർണം ഉണ്ടായിരുന്നില്ല, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിന്റെ തന്നെ അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ട് ഈ സ്വർണം കട്ടെടുത്തവരെ സഹായിക്കുകയായിരുന്നു ഇത്രയും നാൾ. അത് ഇതിനു മുമ്പുള്ള ദേവസ്വം ബോർഡും അതിനു മുമ്പുള്ള സർക്കാരും ഇപ്പോൾ ഉള്ള സർക്കാരും, അതായത് 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തമാണ്. 2 ദേവസ്വം മന്ത്രിമാർക്കും ഇതറിയാം, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും ഇതറിയാം. ഈ പ്രസിഡന്റും ഇതെന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചത്? ഇതതിന്റെ പ്രിമൈസസിൽ തന്നെ, അതിന്റെ അവിടെ തന്നെയാണ് ഇത് ശരിയാക്കേണ്ടത്. അതില്ലാതെ ഇത് കളവ് നടത്താൻ ഇടനിലക്കാരൻ കൂട്ടുന്നിരിക്കുക. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ഏൽപ്പിച്ചത് ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലം എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയ്ക്ക് വേണ്ടി പണം പിരിക്കാൻ ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്? ശബരിമലയുടെ പേരിൽ പണം പിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കൊണ്ടുപോയ സ്വർണം എങ്ങനെയാണ് ഇയാളുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്? എന്നിട്ട് ആർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? ഇവരെല്ലാം ഇടനിലക്കാരാണ്, കളവാണ്, സ്വർണം കളവാണ് നടന്നിരിക്കുന്നത്. അയ്യപ്പനെ പറ്റിച്ച് കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്ന തട്ടിപ്പാണ്, ക്രിമിനൽ കേസാണ്. കോടതിയുടെ നിരീക്ഷണമാണ് ഞാൻ ഈ പറയുന്നത്. കോടതിയുടെ നിരീക്ഷണം ഞാൻ വേറെ എന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞതാണ്. കോടതിയുടെ നിരീക്ഷണം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇറഗുലാരിറ്റീസ് നടന്നിട്ടുണ്ട്. കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു, അവിടുന്ന് ചെന്നൈയിലേക്കൊന്നും കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ നടത്തിയ ആ മെഷർമെന്റിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ടത് പുറത്താകാതെ ഈ സ്വർണം കട്ടെടുത്ത ആളുകളെ സംരക്ഷിക്കും. അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടാവും, അവർക്ക് അതിന്റെ വീതം കിട്ടുന്നുണ്ടാവും. അതാണ് നടന്നിരിക്കുന്നത്.